നമ്മൾ ജനറൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 8.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 ഇൻ എക്സ് പ്ലസ് 3 ഓൾ റേസ് ടു 8. ഈ എക്സ് പ്ലസ് 3 ഓൾ റേസ് ടു 8 എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ എക്സ്പാൻഷനകത്ത് എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ. നമ്മൾ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള എക്സാമ്പിളൊക്കെ നേരത്തെ വീഡിയോയിൽ ചെയ്തു. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് എക്സ് റേസ് ടു 5 വരുന്ന ടേം r+1th ടേം ആണെന്നാണ് എടുക്കുന്നത്. അപ്പോൾ r+1th ടേമിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. TR+1 = NCR A raised to n minus r into b raised to r. അപ്പം നമുക്ക് TR+1 = n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നിൻ്റെ വാല്യൂ 8 ആണ്. അപ്പോൾ 8CR A raised to n minus r into b raised to r അങ്ങനെ തന്നെ കൊടുക്കാം. n എന്ന് പറയുന്നത് 8 ആണ്. 8 minus r into b raised to r. അപ്പോൾ എയ്ക്കും ബിക്കും വാല്യൂ കൊടുക്കാം. 8CR A എന്ന് പറഞ്ഞാൽ ഇവിടെ x ആണ്. അപ്പോൾ x raised to 8 minus r into b എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 raised to r. ഇനി എക്സ് റേസ് ടു നമുക്ക് പവർ വരേണ്ടത് എക്സ് റേസ് ടു 5 ആണ്. അപ്പോൾ ഇവിടെ 8 മൈനസ് ആർ എന്ന് പറയുന്നത് 5 ആവണമെങ്കിൽ ആറിന് ഏത് വാല്യൂ കൊടുത്താലാണ് 5 ആവുന്നതെന്ന് നോക്കാം. 8 മൈനസ് ആർ = 5. ദെർഫോർ ആർ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും, 5 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ 8 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ആർ = 3. ആറിന് 3 കൊടുത്താലാണ് എക്സ് റേസ് ടു 5 കിട്ടുന്നത്. അപ്പം നമുക്ക് കൊടുക്കാം 8C3 ആറിൻ്റെ വാല്യൂ ആണ് ഞാൻ കൊടുക്കുന്നത് 3. എക്സ് റേസ് ടു 8 മൈനസ് 3 എന്ന് പറയുന്നത് 5 ഇൻറ്റു 3 റേസ് ടു ആറിൻ്റെ വാല്യൂ 3. അപ്പം നമുക്ക് എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുണ്ട്. എക്സ് റേസ് ടു 5ൻ്റെ കൂടെ ഉള്ളത് 8C3 ഇൻറ്റു 3 റേസ് ടു 3 ഞാൻ ആദ്യം എഴുതി ഇൻറ്റു എക്സ് റേസ് ടു 5. ഇനി നമുക്ക് 8C3 ഇൻറ്റു 3 റേസ് ടു 3 കണ്ടുപിടിക്കാം. ഫസ്റ്റ് 8C3 കണ്ടുപിടിക്കാം. 8C3 എന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 8 മൈനസ് 3 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ നമുക്കറിയാം 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു എക്സെട്ര ലാസ്റ്റ് 1 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 3 ഇൻറ്റു 2 ഇൻറ്റു 1. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര 1 വരെ. അപ്പോൾ 5 വരെ ഉള്ളത് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്. ഇനി 3 ഇൻറ്റു 2 6. അപ്പോൾ 6 ന്യൂമറേറ്ററിലും ഉണ്ട്, കട്ട് ചെയ്ത് കളഞ്ഞു. ഡിനോമിനേറ്ററിൽ നിന്നും കട്ട് ചെയ്ത് തന്നു. ബാലൻസ് 8 ഇൻറ്റു 7. 8 ഇൻറ്റു 7 എന്ന് പറയുന്നത് 56 ആണ്. അപ്പോൾ 56 3 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 9, 9 ഇൻറ്റു 3 27. 27 ഇൻറ്റു എക്സ് റേസ് ടു 5. ഇനി 56 ഇൻറ്റു നമുക്ക് നോക്കേണ്ടത് 56 ഇൻറ്റു 27 ആണ്. 56 ഇൻറ്റു 27ൻ്റെ ആൻസർ 1512 ആണ്. 1512 ഇൻറ്റു എക്സ് റേസ് ടു 5. നമുക്ക് എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടി. എക്സ് റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1512 ആണ്. 1512. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെർഫോർ നമുക്ക് ആൻസർ എടുത്ത് എഴുതാം. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 = 1512. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം ചെയ്യാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ A raised to 5 into B raised to 7 in A minus 2B all raised to 12. അതായത് A raised to 5 into B raised to 7ൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനാണ്. ഇതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ A minus 2B all raised to 12. അപ്പോൾ നമുക്ക് ഈ A raised to 5 into B raised to 7 എന്ന് പറയുന്ന ടേം വരുന്നത് r+1th ടേമിലാണെന്ന് എഴുതാം. അപ്പോൾ ആദ്യമേ തന്നെ ജനറൽ ടേം r+1th ടേമിൻ്റെ ഇക്വേഷൻ ഇതുമാണ്. r+1th ടേമിൻ്റെ ഇക്വേഷൻ NCR ഇൻറ്റു A raised to n minus r ഇൻറ്റു B raised to r. TR+1 = n എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ആണ്. 12C
ആർ എയുടെ സ്ഥാനത്ത് എ തന്നെയാണ്. റേസ് ടു 12 മൈനസ് ആർ ഇൻറ്റു ബി എന്ന് പറയണത് ഇവിടെ -2b ആണ്. ഇവിടെ സൈൻ നോക്കണം. ബിയുടെ സൈൻ എന്ന് പറയുന്നത് -2b ആണ്. -2b ഓൾ റേസ് ടു ആർ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് നോക്കാം ഇവിടെ എ റേസ് ടു 5 വരണം. എ റേസ് ടു 12 മൈനസ് ആർ എന്ന് പറയണത് 12 മൈനസ് ആർ എന്ന് പറയണത് നമുക്ക് 5 ആവണമെങ്കിൽ 12 മൈനസ് ആർ ഈക്വൽ ടു 5. ദർഫോർ ആർ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ആവും, 5 ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. 12 മൈനസ് 5 ഈക്വൽ ടു 6. 12 മൈനസ് 5 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 ഈക്വൽ ടു 6. ആറിന് 7 വാല്യൂ കൊടുത്താലാണ് നമുക്ക് എ റേസ് ടു 5 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കൊടുക്കാം. 12c7 എ റേസ് ടു 12 മൈനസ് 7 -2b ഓൾ റേസ് ടു ആർ എന്ന് പറയുന്നത് 7 ആണ്. 7 കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു 12c7 എ റേസ് ടു 12 മൈനസ് 7 എന്ന് പറയുന്നത് 5 കിട്ടി. ഇനി -2b ഓൾ റേസ് ടു 7 എന്ന് പറഞ്ഞാൽ -2 ഓൾ റേസ് ടു 7 -2 ഓൾ റേസ് ടു 7 ഇൻറ്റു ബി റേസ് ടു 7 കിട്ടി. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. 12c7 ഇൻറ്റു അപ്പം -2 ഓൾ റേസ് ടു 7 എന്നാണ്. -2 ഓൾ റേസ് ടു 7 നമുക്ക് 2 റേസ് ടു 7 എത്രയാണെന്ന് നോക്കാം. 2 റേസ് ടു 7 എന്ന് പറയുന്നത് 128 ആണ്. അതായത് 2 7 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 128 കിട്ടും. 128 ആണ്. 2 റേസ് ടു 7 എന്ന് പറഞ്ഞാൽ 128. പിന്നെ ഇവിടെ പവർ ഓഡ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് വരും. നെഗറ്റീവ് 128 ഇൻറ്റു ബി റേസ് ടു 7 വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആദ്യം കൊടുത്തു. നെഗറ്റീവ് 128 ഇൻറ്റു 12c7. അപ്പോൾ നമുക്ക് ഈ 12c7 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 12c7 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 12 മൈനസ് 7 എന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 12 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 12 ഇൻറ്റു 11 ഇൻറ്റു 10 ഇൻറ്റു എക്സെട്ര ലാസ്റ്റ് 1 വരെ വരും. നമുക്ക് 9 എടുക്കാം. 9 8 ഇനി 7 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര 1 വരെയുണ്ട്. ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര. നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 7 വരെയുള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ബാലൻസ് 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഉണ്ട്. അപ്പോൾ 5ഉം 10ഉം കട്ട് ചെയ്ത് കളയാം. 2 വരും. ഇനി 9/3 ഉണ്ട്. 3 വരും. ഇനി 8/4 ഉണ്ട്. 2 വരും. നമുക്കെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും ഒരു 2/2 കൂടിയുണ്ട്. ക്യാൻസലായി പോകും. നമുക്ക് ആൻസർ 12 ഇൻറ്റു 11 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ആണ്. നമുക്ക് 12 ഇൻറ്റു 11 ഇൻറ്റു 6 11 ഇൻറ്റു 6 എന്ന് പറഞ്ഞത് 66 ആണ്. അപ്പോൾ 66 ഇൻറ്റു 12 എന്ന് വരും. ഇനി 66 ഇൻറ്റു 12 നോക്കാം. $792 ആണ്. 792 നമുക്ക് എഴുതാം. 12c7 എന്ന് പറയുന്നത് 792 കിട്ടി. 792 ഇൻറ്റു ബി റേസ് ടു 7 ഇൻറ്റു ഇവിടെ എ റേസ് ടു ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എ റേസ് ടു 5 ഇൻറ്റു ബി റേസ് ടു 7. ഈ എ റേസ് ടു 5ൻ്റെ ബി റേസ് ടു 7ൻ്റെയും കോഎഫിഷ്യൻ്റ് ആണ് വേണ്ടത്. എ റേസ് ടു 5 which is equal to ഇനി -128 ഇൻറ്റു 792 എത്രയാണെന്ന് നോക്കണം. അതിൻ്റെ ആൻസർ 101,376 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. നെഗറ്റീവ് ഉണ്ട്.
-101376 into a raised to 5 into b raised to 7. Therefore, a raised to 5 into b raised to 7 coefficient -101376 ആണ്. Therefore, coefficient of a raised to 5 into b raised to 7 equal to -101376. നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടി. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.